ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. എത്ര ആശ്വാസകരമായ വാക്ക്. നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. നമുക്ക് ഒരു വാക്യം വേദപുസ്തകത്തിൽ നിന്ന് വായിക്കാം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 19-ാം വാക്യം വായിക്കാം. അവയിൽ നിന്ന് സ്തോത്രവും സന്തോഷിക്കുന്നവരുടെ ഘോഷവും പുറപ്പെടും. ഞാൻ അവരെ വർദ്ധിപ്പിക്കും, അവർ കുറഞ്ഞു പോകുകയില്ല. ഞാൻ അവരെ മഹത്വീകരിക്കും, അവർ എളിമപ്പെടുകയുമില്ല. ദൈവത്തിന് സ്തോത്രം. അവയിൽ നിന്ന് സ്തോത്രവും സന്തോഷിക്കുന്നവരുടെ ഘോഷവും പുറപ്പെടും. ഞാൻ അവരെ വർദ്ധിപ്പിക്കും, അവർ കുറഞ്ഞു പോകുകയില്ല. ഞാൻ അവരെ മഹത്വീകരിക്കും, അവർ എളിമപ്പെടുകയുമില്ല. ദൈവശബ്ദം പ്രവാചകനിൽ കൂടി നമുക്ക് കിട്ടുകയാണ്. അവർ കുറഞ്ഞു പോകുകയില്ല, അവർ വർദ്ധിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഒരു നല്ല കാലം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ഒരു ശോഭനമായ കാലം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. മനോഹരമായൊരു ഭാവി കാലം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ഇന്നത്തെ ദുരിതങ്ങൾ ഓർത്ത് നിങ്ങൾ നെടുവിൽപ്പെട്ട് കഴിയണ്ട. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ പ്രശ്നങ്ങൾ കണ്ട് നിങ്ങൾ ഭാരപ്പെട്ട് കഴിയണ്ട. ഇന്നത്തെ ആകുലങ്ങളിലും വ്യാകുലങ്ങളിലും നിങ്ങൾ ആവലാതി കൊണ്ട് വലയണ്ട. ഒരു നല്ല കാലമുണ്ട്.
അവയിൽ നിന്ന് സ്തോത്രവും സന്തോഷിക്കുന്നവരുടെ ഘോഷവും പുറപ്പെടും. ഞാൻ അവരെ വർദ്ധിപ്പിക്കും, അവർ കുറഞ്ഞു പോകുകയില്ല. ഞാൻ അവരെ മഹത്വീകരിക്കും, അവർ എളിമപ്പെടുകയുമില്ല. ദൈവത്തിന് സ്തോത്രം. പിന്നെ തുടർന്ന് കുറേ വാഗ്ദത്തങ്ങൾ പിന്നെയുണ്ട് പ്രിയപ്പെട്ടവരെ. യിരെമ്യാ പ്രവാചകൻ ദൈവത്തിന് അരുളപ്പാട് കിട്ടുകയാണ്. എന്നാൽ ഞാൻ അവർക്ക് ഈ സ്തോത്രവും ആഘോഷവും ഒക്കെ കൊടുക്കുമെന്ന് പറയുന്ന ആ ദൈവം യിരെമ്യാ പ്രവാചകനിൽ കൂടി പറയുന്ന ചില വാക്കുകൾ കേട്ടാൽ അമ്പരന്ന് പോകും. 5-ാം വാക്യം മുതൽ വായിക്കാം. 30-5 മുതൽ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: നാം നടുക്കത്തിൻ്റെ മുഴക്കം കേട്ടിരിക്കുന്നു. സമാധാനമല്ല, ഭയമത്രേ ഉള്ളത്. സമാധാനമല്ല, ഭയമത്രേ ഉള്ളത്. സമാധാനമില്ല, മനുഷ്യർക്ക് സമാധാനമില്ല. സമാധാനമല്ല, ഭയമത്രേ ഉള്ളത്. പുരുഷൻ പ്രസവിക്കുമാറുണ്ടോ എന്ന് ചോദിച്ചു നോക്കുവീൻ. പുരുഷൻ പ്രസവിക്കുമാറുണ്ടോ എന്ന് ചോദിച്ചു നോക്കുവീൻ. ഏത് പുരുഷനും നോവ് കിട്ടിയ സ്ത്രീയെപ്പോലെ കൈ നടുവിന് കൊടുത്തിരിക്കുന്നതും, ഏത് പുരുഷനും പ്രസവിക്കാൻ നേരത്ത് നോവ് കിട്ടിയ സ്ത്രീയെപ്പോലെ കൈ നടുവിന് കൊടുത്തിരിക്കുന്നതും, ഏത് മുഖവും വിളറിയിരിക്കുന്നത് ഞാൻ കാണുന്നതെന്ത്? ഏത് മുഖവും വിളറി, ഏത് മുഖവും വാടി, ഏത് മുഖവും മ്ലാനമായി വിളറിയിരിക്കുന്നത് ഞാൻ കാണുന്നത് എന്ത്? ആ നാൾ പോലെ വേറെ ഇല്ലാതെ വണ്ണം അത് വലുതായിരിക്കുന്നു കഷ്ടം. ദൈവത്തിന് സ്തോത്രം. കഷ്ടം, കഷ്ടത്തിൻ്റെ നാളുകൾ. ജനത്തോട് കർത്താവ് പറയുന്ന കാര്യം അതാണ്. നിങ്ങളെല്ലാവരും വിളറി വാടിയിരിക്കുന്നു, നിങ്ങൾ കൈ നടുവിന് കൊടുത്ത് ദുഃഖത്തോടിരിക്കുന്നു. പുരുഷന്മാരും സ്ത്രീകളും ഒരുപോലെ കൈ നടുവിന് കൊടുത്ത് വിളറിയിരിക്കുന്നു, വിഷമിച്ചിരിക്കുന്നു. ഒരു സ്വസ്ഥതയുമില്ലാതെ നിങ്ങൾ വലയുന്നു, ഒരു സമാധാനമില്ലാതെ നിങ്ങൾ വിഷമിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നടുക്കത്തിൻ്റെ മുഴക്കം, നടുക്കമാണ്. എല്ലാവരും ഭീതിയാണ്. ഏതോ ഒരു ഭീതി, ഏതോ ഒരു ഭയപ്പാട്. വചനം കേൾക്കാൻ വരുമ്പോൾ നമുക്ക് അപ്പോൾ ഒരു സന്തോഷമുണ്ട്. പക്ഷേ ഇനി വീട്ടിൽ ചെല്ലുമ്പോൾ എന്തൊക്കെയാണാവോ അറിയാൻ വയ്യ. ടി വിയിലെ പ്രസംഗം കേൾക്കണമെന്നുണ്ട്. ടി വി ഓൺ ചെയ്യാൻ നേരത്ത് ഭർത്താവ് പറയുന്നു, വേണ്ട വേണ്ട, ഇതൊന്നും ഇവിടെ വേണ്ട, ഒന്നും വേണ്ട. പാവം ആ സ്ത്രീ വേദനിച്ച് പൊളയുന്നു. വചനം കേൾക്കാൻ ആഗ്രഹിച്ചു, പക്ഷെ സാധിക്കുന്നില്ല. വചനം കേൾക്കാനിരിക്കുന്നു. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മോൻ വന്ന് ടി വി ഓഫ് ചെയ്യുന്നു. എന്നിട്ട് സിനിമയിലെ ഏതോ ഒരു രംഗം വയ്ക്കുന്നു. അമ്മ സങ്കടത്തോടെ എഴുന്നേറ്റ് പോകുന്നു. പ്രശ്നങ്ങളാണ്, ഒന്നു മാറി പ്രശ്നങ്ങളാണ്. എല്ലാ എതിർപ്പുകൾ എല്ലായിടത്തും. വീട്ടിൽ തന്നെ എതിർപ്പ്, ഒരു വീട്ടിൽ തന്നെ കുത്തിത്തിരിപ്പുകൾ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, സമാധാനമുള്ളൊരു കുടുംബം എവിടെയുണ്ട്? ഈ സാക്ഷാത്തായ സന്തോഷമുള്ള കുടുംബം എവിടെയുണ്ട്? പൊട്ടലും ചീറ്റലും, ചിലപ്പോൾ വിരുമ്പി കരച്ചിലുകളും ഏങ്ങലടികളും നെടുവീർപ്പുകളും, ഇതൊക്കെയല്ലേ പല കുടുംബങ്ങളിലും കാണുന്നത്. ഇതിനെന്താണ് പോകാൻ വഴി? ദൈവത്തിന് സ്തോത്രം. എന്താണ് ഇങ്ങനെ കഴിയുന്നത്? ഇങ്ങനെ ദുഃഖത്തിൽ കഴിയാൻ എന്താണ് കാരണം? കർത്താവ് പറയുന്നു. ദൈവത്തിന് സ്തോത്രം. 12-ാം വാക്യം വായിക്കാം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: നിന്റെ പരിക്ക് മാറാത്തതും നിന്റെ മുറിവ് വിഷമമുള്ളതുമാകുന്നു. യിരെമ്യാവിലൂടെ ദൈവം പിന്നെയും പറയുകയാണ്, നിൻ്റെ പരുക്ക് മാറാത്ത പരുക്കാണ്. ഇത് പരുക്ക് മാറാൻ വിഷമമാണ്. നിൻ്റെ പരുക്ക് മാറാത്തതും നിൻ്റെ മുറിവ് വിഷമമുള്ളതുമാകുന്നു. നിന്റെ വ്യവഹാരം നടത്തുവാൻ ആരുമില്ല. നിനക്ക് വേണ്ടി ഒന്ന് മിണ്ടാൻ ആരുമില്ല. നിനക്ക് സഹായം തരാൻ ആരുമില്ല. നീ നിസ്സഹായനായിരിക്കുന്നു. നിനക്ക് വേണ്ടി സഹായം തരാൻ ആരുമില്ല. നിൻ്റെ സ്നേഹിതന്മാർ ഒക്കെയും നിന്നെ മറന്നിരിക്കുന്നു. നിൻ്റെ മുറിവ് വിഷമമുള്ളതാണ്, നിൻ്റെ പരുക്ക് പ്രയാസമുള്ളതാണ്. നിൻ്റെ വ്യവഹാരം നടത്താൻ നിനക്ക് ആരുമില്ല. നിൻ്റെ മുറിവിനിടുവാൻ മരുന്നും കുഴമ്പുമില്ല. നിൻ്റെ മുറിവിനിടുവാൻ മരുന്നുമില്ല, കുഴമ്പുമില്ല. ഒരു ചികിത്സ കാണുന്നില്ല, ഒരു പരിഹാരം കാണുന്നില്ല. നിൻ്റെ പ്രശ്നത്തിൻ്റെ പരിഹാരം കാണുന്നില്ല. നിൻ്റെ മുറിവിനിടുവാൻ മരുന്നും കുഴമ്പുമില്ല, ഇന്നും കുഴമ്പുമില്ല. നിന്റെ സ്നേഹിതന്മാരൊക്കെയും നിന്നെ മറന്നിരിക്കുന്നു. സ്നേഹിതന്മാരുണ്ട് കാര്യം, പക്ഷേ അവരൊക്കെ മറന്നുപോയി. നിൻ്റെ സുഭിക്ഷകാലത്ത് എല്ലാവരും ഉണ്ടായിരുന്നു, നല്ല കാലത്ത് എല്ലാവരും ഉണ്ടായിരുന്നു. നിന്നോടുകൂടെ സംസാരിക്കാനും മേളിക്കാനും യാത്ര ചെയ്യാനൊക്കെ ആളുകളുണ്ടായിരുന്നു. ഇന്ന് ആർക്കും നിന്നെ വിലയില്ല, ആർക്കും നിന്നെ ഒരു മതിപ്പില്ല. എല്ലാവരും നിന്നെ തഴഞ്ഞിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ സ്നേഹിതന്മാരൊക്കെ നിന്നെ മറന്നിരിക്കുന്നു. നിന്റെ അകൃത്യത്തിൻ്റെ ആധിക്യം നിമിത്തവും നിന്റെ പാപത്തിൻ്റെ പെരുപ്പം നിമിത്തവും ഞാൻ നിന്നെ ശത്രു അടിക്കുന്നത് പോലെയും ക്രൂരൻ ശിക്ഷിക്കുന്നത് പോലെയും അടിച്ചിരിക്കൊണ്ട് അവർ നിന്നെ നോക്കുന്നില്ല. നീ ഇപ്പോൾ അടികൊണ്ടിരിക്കുകയാണ്, ശിക്ഷ കിട്ടിയിരിക്കുകയാണ്. നിനക്കിപ്പോൾ ആരുടെയും സഹായം കിട്ടുന്നില്ല, ആരും നിന്നെ ഗൗനിക്കുന്നില്ല, നിനക്ക് ഒരു സമാധാനം കിട്ടുന്നില്ല. നിൻ്റെ പരിക്ക് മാറാത്തതാണ്. അടുത്ത വാക്യം. നിന്റെ പരിക്കിനെയും മാറാത്ത വേദനയെയും കുറിച്ച് നിലവിളിക്കുന്നത് എന്തിന്? നിൻ്റെ പരിക്കിനെ ഓർത്ത്, നിൻ്റെ കഷ്ടതയെ ഓർത്ത്, നിൻ്റെ ജീവിതത്തിൽ വരുന്നതായ യാതനകളോർത്ത് നീ എന്തിനാ വ്യസനിക്കുന്നത്, എന്തിനാ വിഷമിക്കുന്നത്? നിന്റെ അകൃത്യത്തിൻ്റെ ആധിക്യം നിമിത്തവും നിന്റെ പാപത്തിൻ്റെ പെരുപ്പം നിമിത്തവുമല്ലോ ഞാനിത് നിന്നോട് ചെയ്തിരിക്കുന്നത്. നിനക്ക് ഇതെല്ലാം വരാൻ കാരണം എന്താണ്? നിൻ്റെ പാപമാണ്.
നിൻ്റെ അകൃത്യമാണ്. നീ നിൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കൂ. യിരെമ്യാവ് ജനത്തോട് പറയുകയാണ്, ദൈവത്തിൻ്റെ വചനം യിരെമ്യാവ് പറയുകയാണ്, നിൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കൂ. തെറ്റുകൾ പറ്റി എവിടെയെല്ലാം ഒന്ന് കണ്ടുപിടിക്കൂ. എവിടെയെല്ലാമാണ് നിൻ്റെ ദൈവത്തിനെ ദുഃഖിപ്പിച്ചെന്ന് കണ്ടുപിടിക്കൂ. ഇന്ന് നിനക്ക് പ്രയാസം വരുമ്പോൾ നീ നിലവിളിക്കുന്നുണ്ട്. എന്നാൽ ആ നിലവിളി മാറ്റിയിട്ട് അത് വെറും സങ്കടത്തിൻ്റെ നിരാശയുടെ നിലവിളിയാണ്. അതല്ല, നിൻ്റെ അനുതാപത്തിൻ്റെ നിലവിളി പൊങ്ങട്ടെ. അനുതാപം, എവിടെയാണ് എനിക്ക് പാകപ്പഴ പറ്റിയത്? എവിടെയാണ് എനിക്ക് കേട് പറ്റിയത്? ഏത് ജംഗ്ഷനിൽ ചെന്നപ്പോഴാണ് എനിക്ക് വീഴ്ച പറ്റിയത്? ഏത് കാര്യത്തിൽ ഇടപെട്ടപ്പോഴാണ് എനിക്ക് അപകടം പറ്റിയത്? ഏത് കാര്യത്തിൽ ഞാൻ ചില നിർബന്ധങ്ങൾ പിടിച്ചപ്പോഴാണ് എനിക്ക് പാവം വന്നത്? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഓർത്ത് നോക്കൂ, ഓരോന്നും ചിന്തിച്ച് നോക്കണം. അതാണ് ചെകഞ്ഞ് നോക്കുക എന്ന് പറയുന്നത്, ചിന്തിക്കുക. ദാവീദ് ഒരിക്കൽ പറഞ്ഞു, തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നതിനാര്? തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നതിനാര്? മറിഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കിനെ മോചിക്കണമേ. സംഘത്തിനും 19-ാം സങ്കീർത്തനത്തിൻ്റെ അവസാന ഭാഗം, തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നതിനാര്? മറിഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിക്കണമേ. സ്വമേധാഭാവങ്ങളെ പറ്റിയാണ് എന്നെ കാക്കണമേ. അവ എൻ്റെ മേൽ വാഴരുതേ. എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതകരഹിതനുമായിരിക്കും. കർത്താവേ, നീ എനിക്ക് എൻ്റെ പാവം മനസ്സാക്കി തരണമേ. എവിടെയാണ് എനിക്ക് തെറ്റുപറ്റിയത്? ഞാൻ ചിന്തിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. എവിടെയാണ് എനിക്ക് അപകടം പറ്റിയത്? ദൈവത്തിന് സ്തോത്രം. മറിഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കിനെ മോചിക്കണമേ. സ്വമേധാഭാവങ്ങളെ ആയിട്ട് അടിനെ കാക്കണമേ. തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാര്? മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിക്കണമേ. സ്വമേധാ പാപങ്ങളെ അകറ്റിയടിയനെ കാക്കണമേ. അവ എൻ്റെ മേൽ വാഴരുതേ. എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതകരഹിതനുമായിരിക്കും. എൻ്റെ പാറിയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ. ജനോട് യാചിക്കുകയാണ്. എൻ്റെ വായിലെ വാക്കുകൾ തിരുത്താനുണ്ടെന്ന് മനസ്സിലായി. തെറ്റുകൾ വന്നിട്ടുണ്ട്. കർത്താവേ, എൻ്റെ ഹൃദയത്തിലെ ധ്യാനം, എൻ്റെ ചിന്താഗതികൾ, എൻ്റെ മനോഭാവങ്ങൾ, എൻ്റെ മനസ്സിലെ ചിന്തകൾ, വിചാരങ്ങൾ, വികാരങ്ങൾ, എൻ്റെ പാറിയും എൻ്റെ വീണ്ടെടുപ്പുകാരനായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ. സംഘത്തക്കാരൻ തന്നെ ശോധന ചെയ്യുകയാണ്. വീണ്ടും 139-ാം സംഘത്തിന് അവസാനത്തെ വാക്യം 2 വാക്യം വായിക്കാം. യഹോവേ, എന്നെ പരീക്ഷിച്ചതിന് നിലവിളറിയണമേ. ദൈവമേ, എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എൻ്റെ നിലവുകളെ അറിയണമേ. പരീക്ഷിച്ച് എൻ്റെ നിലവുകളെ അറിയണമേ. വ്യസനത്തിനുള്ള മാർഗം എന്നിൽ ഉണ്ടോ എന്ന് നോക്കി. വ്യസനത്തിനുള്ള മാർഗം എന്നിൽ ഉണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. ശാശ്വതമായ വഴിയിൽ കൂടി നടത്തണമേ. വ്യസനത്തിനുള്ള മാർഗം, ഇംഗ്ലീഷിൽ ആ വാക്ക് കിടക്കുന്നത്, ഈസ് ദർ എനി വിക്കറ്റ് വേ ഇൻ മൈ ലൈഫ്? എൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും ദോഷകരമായ വഴികളുണ്ടോ എന്ന് നോക്കി. ഏതെങ്കിലും ദുഷ്ടതയുടെ വഴിയുണ്ടോ എന്ന് നോക്കി. ഈസ് ദർ എനി വിക്കറ്റ് വേ ഇൻ മൈ ലൈഫ്? എൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും വിക്കറ്റ് വേസ് ഉണ്ടോ, ചീത്ത വഴികളുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ ജീവൻ്റെ വഴിയിൽ കൂടി നടത്തണമേ. പ്രിയപ്പെട്ടവരെ, അകൃത്യങ്ങൾ ദൈവം ചൂണ്ടിക്കാണിച്ചു തരുന്നു, ദൈവം മനസ്സിലാക്കി തരുന്നു. യിരെമ്യാവിൽ കൂടി ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. യഹോവയായ ദൈവം അരുളി ചെയ്യുകയാണ്. യിരെമ്യാവ് കൂടെ പറയും, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. എസ്കേൽ പറയും, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. യെശയ്യാവ് പറയും, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. പ്രവാചകന്മാരെല്ലാം ദൈവം അരുളി ചെയ്യുന്നതാണ് പറയുന്നത്. അവരുടെ സ്വന്തം അഭിപ്രായമല്ല അവർ പറയുന്നത്, അവരുടെ സ്വന്തം ബുദ്ധിക്കൊത്തണമല്ല പറയുന്നത്. യിരെമ്യാവ് പറയുകയാണ്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ദൈവം പറയുകയാണ്, നിൻ്റെ അകൃത്യത്തിൻ്റെ ആധിക്യ നിമിത്തവും നിൻ്റെ പാപത്തിൻ്റെ പെരുപ്പ നിമിത്തവും ഞാൻ നിന്നെ ശത്രു അടിക്കുന്നത് പോലെയും ക്രൂരനെ ശിക്ഷിക്കുന്നത് പോലെയും അടിച്ചിരിക്കൊണ്ട് അവർ നിന്നെ നോക്കുന്നില്ല. നിൻ്റെ പരുക്കിനെയും മാറാത്ത വേദനയെയും കുറിച്ച് നിലവിളിക്കുന്ന എന്തിന്? നിൻ്റെ അകൃത്യത്തിൻ്റെ ആധിക്യ നിമിത്തവും നിൻ്റെ പാപത്തിൻ്റെ പെരുപ്പ നിമിത്തമല്ലോ ഞാൻ ഇതിനോട് ചെയ്തിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുക. ഏതൊരു കാര്യം വരുമ്പോഴും, ഒരു രോഗമാണോ, അല്ല ഒരു അത്യാഹിതമാണോ, ഒരു ആപത്ത് വരികയാണോ, ചില കഷ്ടങ്ങൾ വരികയാണോ, ചില നഷ്ടങ്ങൾ വരികയാണോ, ചിന്തിക്കണം. ഇതിന് ഞാൻ എവിടെയെങ്കിലും പിശാചിന് ഇടം കൊടുത്തിട്ടുണ്ടോ? എൻ്റെ ജീവിതത്തിൽ പിശാചിന് ഇടം കൊടുത്ത ഏതെങ്കിലും കാര്യമുണ്ടോ? എന്നെ ഹിംസിക്കാൻ നിൽക്കുന്ന ദുഷ്ടപിശാചിന് എവിടെയെങ്കിലും ഇടം കൊടുത്തിട്ടുണ്ടോ? ഏത് കാര്യത്തിലാണ് ഞാൻ വീണത്? ഏത് കാര്യത്തിലാണ് എനിക്ക് തിരുത്താനുള്ളത്? ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കുമ്പോൾ വ്യക്തമായി തെളിഞ്ഞു വരും, നമ്മുടെ മനസ്സിൽ വ്യക്തമായി തെളിഞ്ഞു വരും. കർത്താവിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. ഇത്രയേറെ വലിയൊരു സമൂഹം ഈ പ്രസംഗം കേൾക്കുന്നതുകൊണ്ട് എനിക്ക് പറയാൻ പേടിയുണ്ട്, എങ്കിലും പറയട്ടെ. 1980-ലാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അന്ന് കോളേജിൽ ക്ലാസ്സില്ല. ഉച്ച കഴിഞ്ഞ് പോയി ഒന്ന് ഒപ്പിട്ടാൽ മതി. ഞാൻ ഉച്ച കഴിഞ്ഞ് കോളേജിൽ പോയി ഒപ്പിടാനായിട്ട് ഞാൻ പോവുകയാണ്. സ്കൂട്ടറാണെന്ന്. ഭാഗ്യവശാൽ അന്ന് ഇവിടെ കാർ ഇവിടെ കിടക്കുന്നുണ്ട്, പക്ഷേ കാർ എടുത്തില്ല.
ഒന്ന് പോയിട്ട് വന്നാൽ മതിയല്ലോ. ഞാൻ സ്കൂട്ടർ എടുത്തുകൊണ്ട് പോയി. ദൈവത്തിന് സ്തോത്രം. പോകുന്ന വഴിക്ക് ഒരു ലോറി വന്ന് ഇടിച്ചു. ലോറിയുടെ കുറ്റമല്ല, എൻ്റെ കുറ്റം തന്നെയാണ്. ഞാൻ ഒരു കുഴി ഒഴിവാക്കി മാറിയപ്പോഴേക്കും ലോറി വന്ന് ഇടിച്ചു. ഞാൻ തെറിച്ചു വീണു. എനിക്ക് ഉടനെ കാര്യം മനസ്സിലായി, ഞാൻ തെറിച്ച് വീണത്. അപ്പോൾ എൻ്റെ വയറിൻ്റെ ഭാഗത്ത് ഒരു മുറിവുണ്ടായി, എൻ്റെ ഷർട്ട് കീറിപ്പോയി, എൻ്റെ മുട്ടുകാലിൽ പൊട്ടലുണ്ടായി. ഒരു 1.5 മാസം ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നു. എനിക്ക് നല്ലതുപോലെ മനസ്സിലായി എന്തുകൊണ്ടാണ് എനിക്ക് വന്നതെന്ന്. കൂടുതൽ ചിന്തിക്കേണ്ടി വന്നില്ല. അന്ന് രാവിലെ എനിക്ക് ഇവിടെ 3 ഫേസ് കണക്ഷന് വേണ്ടി ഞാൻ ഒരു 3 വർഷം മുൻപ് അപേക്ഷ കൊടുത്തിരുന്നു ഇലക്ട്രിസിറ്റി ബോർഡിൽ. അതിന് ചുമതലപ്പെട്ടയാൾ വരികയും അദ്ദേഹം അതിനുള്ള കണക്കെടുക്കുകയൊക്കെ ചെയ്തിരുന്നു. അത് ഞാൻ അന്ന് രാവിലെ 3 വർഷമായല്ലോ ഇത് ഒന്ന് ചെയ്തു തരണമെന്ന് പറഞ്ഞ് ഞാൻ ചെന്നു. അദ്ദേഹം അതിൽ അയ്യോ അത് വേഗം ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് ഉള്ളിൽ നല്ല നീരസം. 3 വർഷമായിട്ടും ഒരു ചെറിയ പേപ്പർ പോലും എനിക്കിയിട്ടില്ലല്ലോ എന്ന്. എന്നെ അറിയുന്നയാളാണ്, ഞാൻ അദ്ദേഹത്തെ അറിയും, പരസ്പര സ്നേഹമൊക്കെയാണ്. പക്ഷേ എനിക്ക് നല്ല നീരസം, നല്ല കയ്പുണ്ടായി. ഞാൻ കോളേജിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചു, പ്രാർത്ഥിച്ചിട്ട് പോകാനായിട്ട്. പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ ദൈവസാന്നിധ്യം കിട്ടുന്നില്ല, ദൈവസാന്നിധ്യം കിട്ടുന്നില്ല. ദൈവത്തിന് സ്തോത്രം. കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. ഞാൻ ഓർത്തു എന്താണ് കാരണം, മനസ്സിലായില്ല. ഈ ആ മനുഷ്യനോട് നീരസപ്പെട്ടത്, ഞാൻ വാക്കൊന്നും പറഞ്ഞില്ല, ഒരു വാക്കും മിണ്ടിയില്ല. ഉള്ളിൽ നീരസം ഉണ്ടായിരുന്നേ ഉള്ളൂ. നീരസപ്പെട്ടത് അത് എൻ്റെ ഹൃദയത്തിലുണ്ടായ പരീക്ഷത, അതാണ് കാരണമെന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായില്ല. ഞാൻ തിരിച്ചു വന്നതിന് ശേഷം, പെട്ടെന്ന് പോയി ഒപ്പിട്ടിട്ട് തിരിച്ചു വന്നതിന് ശേഷം പിന്നെ ഇരിക്കാം, ദൈവത്തിൽ ഇരിക്കാം, എന്താണെന്ന് കണ്ടുപിടിച്ച് പ്രാർത്ഥിക്കാമെന്നൊക്കെ വിചാരിച്ചാൽ പോയത്. പോകുന്ന വഴിക്കാണ് അപകടം വന്നത്. ശത്രു അവകാശം പറയുന്ന സമയത്ത് പിശാച് കയറി ആക്രമിച്ചു. എൻ്റെ ജീവിതത്തിൽ തെറ്റ് പറ്റിയപ്പോൾ, ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടപ്പോൾ ആ തക്കം നോക്കി പിശാച് കയറി വന്നു. അവൻ എന്നെ അടിച്ച് വീഴിച്ചു. ദൈവത്തിന് സ്തോത്രം. വീണ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി കാര്യം ഇതാണെന്ന്. ഇതാണ് പറ്റിയത്. 1.5 മാസം ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നു, പ്ലാസ്റ്റർ ഇട്ട് കിടക്കേണ്ടി വന്നു. പിന്നീട് ഒരു 3 വർഷത്തേക്ക് കോളേജിൻ്റെ 3ാം നിലയിലേക്ക് കയറാൻ പറ്റുന്നില്ല. ഞാൻ ആ താഴ്ന്ന നിലയിലേക്ക് എൻ്റെ ക്ലാസ്സുകൾ കൊണ്ടുവന്ന് ഞാൻ കാറിൽ ചെന്ന് നേരെ വരാന്തയിൽ ഇറങ്ങിയിട്ട് ഞാൻ തൊങ്കി എന്ന് പറഞ്ഞതുപോലെ ക്ലാസ്സിൽ ചെന്ന് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം മറക്കരുത്. നമ്മുടെ ജീവിതത്തിൽ തെറ്റ് പറ്റിയാൽ പിശാച് അവകാശം പറയും. ആ സമയത്ത് അവൻ തട്ടി വീഴിക്കും. തെറ്റുകൾ വരാതെ നോക്കിക്കൊള്ളണം. എന്തെങ്കിലും തെറ്റ് വന്നാൽ ഉടനെ പിശാച് അവൻ തക്കം നോക്കി നിൽക്കുകയാണ്. പഴുത് കിട്ടിയാൽ അവൻ കയറി മുഴുവൻ മലർക്കെ അടിച്ച് തകർത്ത് കളയും. ദൈവത്തിന് സ്തോത്രം. മറക്കരുത്. യിരെമ്യാ പ്രവാചകൻ ഇത് പറഞ്ഞു, നിങ്ങളുടെ അകൃത്യ നിമിത്തമാണ് നിങ്ങൾ വീണിരിക്കുന്നത്, നിങ്ങളുടെ അതിക്രമ നിമിത്തമാണ് നിങ്ങൾക്ക് ഈ കേട് വന്നിരിക്കുന്നത്. ജനം അനുദപിച്ചു. ദൈവത്തിന് സ്തോത്രം. ഭാഗ്യം. ജനം അനുദപിച്ചു. വചനം കേട്ടപ്പോൾ ജനത്തിന് തകർച്ചയുണ്ടായി. വചനം കേട്ടപ്പോൾ ജനത്തിന് അനുതാപമുണ്ടായി. പ്രവാചകൻ നാവിൽ കൂടി ദൈവത്തിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ആ ശബ്ദത്തിന് മുന്നിൽ ജനം തകർന്നു. ഉള്ളു തകർന്നുകൊണ്ട് അവർ നിലവിളിച്ചു, ദൈവത്തെ വിളിച്ചു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ വിളിച്ചു, അവർ നിലവിളിച്ചു, ദൈവത്തെ വിളിച്ചു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ എന്തുണ്ടായി? സ്തോത്രം. 17-ാം വാക്യം ആദ്യം വായിക്കാം. അവർ നിന്നെ ഭ്രഷ്ടയെന്നും ആരും തിരിഞ്ഞു നോക്കാത്ത സിയോനെന്നും വിളിക്കൊണ്ട് ഞാൻ നിന്റെ മുറിവുകളെ പൊറിപ്പിച്ച നിനക്ക് ആരോഗ്യം വരുത്തുമെന്ന് യഹോവയുടെ അരുളപ്പാട്. മുറിവുകളെ ഞാൻ പൊറിപ്പിച്ച് നിനക്ക് ആരോഗ്യം വരുത്തുന്ന യഹോവയുടെ അരുളപ്പാട്. ദൈവത്തിന് സ്തോത്രം. കണ്ടോ, മനസ്സ് തകർന്നു. വചനം കേട്ടപ്പോൾ ഉള്ളു തകർന്നു. വചനം കേട്ടപ്പോൾ ഹൃദയം തകർന്നു. വചനം മുറിഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിലേക്ക് ചെന്നു. ജനം അനുദപിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇതൊരു വലിയ പരമാർത്ഥമാണ്. നിങ്ങളേത് വലിയ കൊടി വിപത്തിൽപ്പെട്ടെങ്കിലും അനുതാപത്തോടെ ചെന്നാൽ കർത്താവ് സ്വീകരിക്കും. അനുതാപത്തോടെ ചെന്നാൽ കർത്താവ് നിങ്ങളെ കൈക്കൊള്ളും. നിങ്ങളുടെ മേൽ വന്ന കേടുകളെല്ലാം കർത്താവ് മാറ്റും. അനുദപിക്കുക. വന്നുപോയ തെറ്റുകളെ ഓർത്ത് അനുദപിക്കുക. വന്നുപോയ അബദ്ധങ്ങൾ കണ്ട് അനുദപിക്കുക. ജീവിതത്തിൽ വന്നുപോയി വീഴ്ചകൾ കണ്ട് അനുദപിക്കുക. ദൈവത്തിന് സ്തോത്രം. പക്ഷെ പുറമേയുള്ള ആരെങ്കിലും കാണിക്കാനുള്ള അനുതാപമല്ല, ആരെങ്കിലും കാണിക്കാനുള്ള കരച്ചിലല്ല. ഉള്ളം തകർന്ന് കരയണം. എൻ്റെ ദൈവമേ, നിന്നോടല്ലോ ഞാൻ പാപം ചെയ്തത്. ദാവീദ് അങ്ങനെയാണ് പ്രാർത്ഥിച്ചത്. ദൈവമേ, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തിരിക്കുന്നു. എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിൽ നിൽക്കുന്നു. കണ്ണടച്ചാലും കണ്ണ് തുറന്നാലും എൻ്റെ പാപം മുമ്പിൽ നിൽക്കുകയാണ്. പാപം മുമ്പിൽ നിൽക്കുന്നു. എനിക്ക് പേടിയാകുന്നു. ദൈവമേ, നിന്നോടല്ലോ ഞാൻ പാപം ചെയ്തത്. നിൻ്റെ മുമ്പിൽ തിന്മയാൾ ഞാൻ പ്രവർത്തിച്ചു പോയിരിക്കുന്നു.
എൻ്റെ കർത്താവേ, രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെട്ടു പോയല്ലോ, ആത്മാവിൻ്റെ സ്തുതി നഷ്ടപ്പെട്ടു പോയല്ലോ. പുറമേ ഞാൻ സ്തുതി സ്തോത്രം ഹല്ലേലൂയ എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട്, പക്ഷേ എൻ്റെ ആത്മാവിൽ സ്തുതിയില്ലല്ലോ, ആത്മാവിൽ സന്തോഷമില്ലല്ലോ, ആത്മാവിൽ വരൾച്ചയാണല്ലോ. പുറമേ മനുഷ്യരെ കാണിക്കാനുള്ള സ്തുതിയൊക്കെ ഉണ്ട്, എനിക്ക് സ്വയം തൃപ്തിപ്പെടാനുള്ള സ്തുതിയുണ്ട്, അതുകൊണ്ട് കാര്യമില്ലല്ലോ. ഇതേയും എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ചില നീറ്റലുകൾ കിടക്കുന്നല്ലോ. തകർന്ന് കരഞ്ഞ് ദൈവസനിലേക്ക് ചെല്ലുക, തകർന്ന് കരഞ്ഞ് കർത്താവിന് സന്നിധിയിൽ സ്വന്തം കുറ്റം ഏറ്റു പറഞ്ഞുകൊണ്ട്, തെറ്റ് പൂർണ്ണമായും വിട്ടുകളഞ്ഞുകൊണ്ട് കർത്താവിന് സന്നിധിയിലേക്ക് ചെല്ലുക. മനുഷ്യ ആരോടെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ അവരോട് ചെന്ന് മാപ്പി ചോദിക്കുക. അപ്പനോട് തെറ്റ് ചെയ്തെങ്കിൽ, അമ്മയോട് തെറ്റ് ചെയ്തെങ്കിൽ, അല്ല ഭാര്യയോട് തെറ്റ് ചെയ്തെങ്കിൽ, ഭർത്താവിനോട് തെറ്റ് ചെയ്തെങ്കിൽ, അല്ല വേറെ ആരോടെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ, കൂടെ ജോലി ചെയ്യുന്നവരോട് തെറ്റ് ചെയ്തെങ്കിൽ അവരോട് ഏറ്റു പറയുക. അവരോട് ചെയ്ത തെറ്റ് എന്താണെന്ന് അവർക്കും കൂടി അറിയാമെങ്കിൽ അവരോട് ഏറ്റു പറയുക. ഇല്ലെങ്കിൽ രഹസ്യമായി ദൈവസന്നിധിയിൽ തന്നെ ഏറ്റു പറയുക. വെറുതെ വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കരുത്. നിങ്ങൾക്ക് പറ്റിയ തെറ്റ് അത് ആരോടെങ്കിലും ചെയ്തതായിട്ട് ആ ആൾക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ആളോട് രഹസ്യമായി ചെന്ന് ആളോട് ഏറ്റു പറയുക. അല്ല, ഇതൊന്നും പറ്റിയില്ലെങ്കിൽ നിങ്ങൾ തന്നെത്താനും ദൈവസനിൽ നിന്ന് തകരുക, ദൈവസനിൽ നിന്ന് അനുദപിക്കുക, അനുതാപത്തോടെ ചെല്ലുക, അനുതാപവാക്യങ്ങളോട് ചെല്ലുക. ഹോശയ്യ പ്രവചനം 14-1 വാക്യം വായിക്കാം. ഹോശയ്യ 14:1. അനുതാപത്തോടെ ദൈവത്തെങ്കിലേക്ക് ചെല്ലുക, തകർന്ന ഹൃദയത്തോടെ ദൈവത്തെങ്കിലേക്ക് ചെല്ലുക. ഇന്ന് നിങ്ങൾ അനേകരും മരവിച്ചിരിക്കുകയാണ്. ഇന്ന് അനേകരും വെള്ളത്തിൽ നിന്ന് തൊടാതെ അങ്ങനെ മീതെ കൂടി ഇങ്ങനെ ഒഴുകി പോവുകയാണ്. കേൾക്കുന്നത് ഗ്രഹിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. അങ്ങോട്ട് വരുന്നതായ വാക്കുകൾ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരികയാണ്. നേരെ മറിച്ച് നിങ്ങൾ സ്വീകരിക്കുന്നെങ്കിൽ അവിടെ പിളരും. ഉള്ളിൽ പിളർന്ന വചനം സ്വീകരിക്കുമ്പോൾ നിങ്ങൾക്കതിന് പ്രയോജനം കിട്ടും. ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് മടങ്ങിച്ചെല്ലുക. നിന്റെ അകൃത്യം നിമിത്തമല്ലോ നീ വീണിരിക്കുന്നത്. നിങ്ങൾ അനുതാപവാക്യങ്ങളോടുകൂടെ യഹോവയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന്, നിന്റെ അകൃത്യ നിമിത്തമല്ലോ നീ വേണ്ടിയിരിക്കുന്നത്, നിങ്ങൾ അനുതാപവാക്യങ്ങളോട് യഹോവയുടെ അടുക്കിലേക്ക് ചെന്ന് അവനോട് സകല അകൃത്യത്തെയും ക്ഷമിച്ച് ഞങ്ങളെ കൃപയോടെ കൈക്കൊള്ളണമേ. എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ അധരാർപ്പണമായ കാളകളെ അർപ്പിക്കും. കർത്താവേ, ഞങ്ങളുടെ അകൃത്യങ്ങളെ പൊറുക്കണമേ, എന്നാൽ ഞങ്ങൾ നിന്നെ സ്തുതി അർപ്പിക്കും, അധരാർപ്പണമായ സ്തുതി അർപ്പിക്കും. കർത്താവേ, ഞങ്ങൾ നിനക്ക് ഹോമയാഗങ്ങൾ അർപ്പിക്കും, സ്തുതി എന്ന യാഗം അർപ്പിക്കും. കർത്താവേ, ഇപ്പോൾ സ്തുതിയില്ല, ആത്മാവിൻ്റെ സ്തുതിയില്ല, ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് പൊന്തി വരുന്നതായ സ്തുതിയില്ല. പുറമേ ചുണ്ടുകൾ ചലിക്കുന്ന സ്തുതിയുണ്ട്, പുറമേ അധര വ്യായാമത്തിൻ്റെ സ്തുതിയുണ്ട്, അധര ചർവണത്തിൻ്റെ സ്തുതിയുണ്ട്, അധരസേവയുണ്ട്. എന്നാൽ അകത്ത് നിന്ന് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് പൊന്തി വരുന്നതായ ആത്മാവിൻ്റെ സ്തുതി ഇല്ലാതെ പോയിരിക്കുന്നു. എനിക്ക് ആത്മാവിന് നന്ദിയില്ലാതെ പോയിരിക്കുന്നു, നന്ദിയുടെ സ്തുതി ഇല്ലാതെ പോയിരിക്കുന്നു. ദൈവം എൻ്റെ പാവം ക്ഷമിച്ചല്ലോ എന്നുള്ള ആ നന്ദിയുടെ സ്തുതി എന്നിൽ നിന്ന് വരുന്നില്ല. അനുതാപവാക്യങ്ങളോട് നിങ്ങൾ വരുവീൻ എന്നാണ് പറയുന്നത്. അനുതാപവാക്യങ്ങളോടുകൂടെ ഞങ്ങളുടെ അകൃത്യമെല്ലാം ഞങ്ങളോട് ക്ഷമിക്കണമേ നിങ്ങൾ പറയുവീൻ. ദൈവത്തിന് സ്തോത്രം. അനുതാപവാക്യങ്ങളോട് നിങ്ങൾ വരുവീൻ. പ്രിയപ്പെട്ടവരെ, പ്രവാചകന്മാരെല്ലാവരും ഇതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. യെരമ്യാവ് തന്നെ പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം, ജനത്തിന് തകർച്ച കിട്ടി, ഭാഗ്യം, ജനത്തിൻ്റെ മാനസാന്തരം കിട്ടി. അപ്പോൾ ഇതാ വരുന്നു അടുത്ത വാക്യം, അതാണ് 19-ാം വാക്യം. അവയിൽ നിന്ന് സ്തോത്രവും സന്തോഷിക്കുന്നവരുടെ ഘോഷവും പുറപ്പെടും. സ്തോത്രം പുറപ്പെടും, സന്തോഷിക്കുന്നവരുടെ ഘോഷം പുറപ്പെടും. ഞാൻ അവരെ വർദ്ധിപ്പിക്കും, അവർ കുറഞ്ഞു പോകയില്ല. ഇന്നത്തെ പ്രയാസങ്ങൾ മാറും, നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. ഇന്നത്തെ പ്രയാസങ്ങൾ മാറും. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ യാതനകൾ മാറും. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ദുരിതങ്ങൾ മാറും. എന്തിൽ സന്തോഷിക്കാം? ദൈവത്തിൻ്റെ വചനത്തിൽ സന്തോഷിക്കാം. വചനം കിട്ടുന്നു, ആത്മാവിനെ തൊടുന്നതായി വചനം കിട്ടുന്നു. എൻ്റെ കർത്താവേ, അതിൽ സന്തോഷിക്കാം. നീയാണല്ലോ വചനം തരുന്നത്. തരുന്ന നാവ് ആരുടേതെന്നുള്ളതിന് പ്രസക്തിയില്ല, തരുന്നത് ആരിൽ കൂടിയാണെന്ന് പ്രസക്തിയില്ല. നീ അതിൻ്റെ ഉത്ഭവം നീയാണല്ലോ. ഞാൻ പറയാറുള്ളത് പോലെ, അങ്ങ് ദൂരെ വാട്ടർ ടാങ്കിൽ വെള്ളമുണ്ട്. ആ വെള്ളം അവിടെ ഉള്ളതുകൊണ്ടാണ് പൈപ്പിൽ കൂടി വെള്ളം ഒഴുകി വരുന്നത്. പൈപ്പിന് സ്വന്തം വെള്ളം ഉണ്ടാക്കാൻ കഴിവില്ല. ടാങ്കിൽ നിറയെ വെള്ളമുണ്ട്, അതുകൊണ്ട് പൈപ്പിൽ കൂടി വെള്ളം വന്ന് നമ്മുടെ മുറിയിൽ കിട്ടുന്നു, നമ്മുടെ ഊണുമുറിയിൽ കിട്ടുന്നു, അല്ലെങ്കിൽ നമ്മുടെ അടുക്കളയിൽ കിട്ടുന്നു, അല്ലെങ്കിൽ ബാത്റൂമിൽ കിട്ടുന്നു. എന്തുകൊണ്ട്? ആ പൈപ്പിൽ കൂടി വെള്ളം ഒഴുകുന്നു. പൈപ്പിന് പ്രത്യേക മേന്മയൊന്നുമില്ല. പൈപ്പല്ല വെള്ളം തരുന്നത്. ദൈവത്തിന് സ്തോത്രം. റിസർവോയറിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകി വരികയാണ്. കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇത് ലളിതമായ ഉദാഹരണമല്ലേ, നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കർത്താവിൻ്റെ വചനത്തെ നിങ്ങൾ വിശ്വസിക്കുക, വചനത്തെ നിങ്ങൾ കാണുക, വചനത്തെ നിങ്ങൾ അനുസരിക്കുക. കർത്താവെ, തെറ്റുപറ്റിപ്പോയി നിങ്ങൾ അനുദപിക്കുക. അപ്പോൾ ഇതാ സ്തോത്രം പുറപ്പെടും, ആത്മാവിൻ്റെ സ്തോത്രം പുറപ്പെടും. അവിടെ സ്തുതിഘോഷം പുറപ്പെടും. നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ മഹത്വത്തിൻ്റെ രക്ഷയുടെ ശബ്ദമെന്ന് ദാവീദ് മുഖാന്തരം പരിശുദ്ധ റൂഹ പാടി. ദൈവത്തിന് സ്തോത്രം. നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ നാം നീതിമാന്മാരുടെ കൂടാരമായി മാറണം. ഒരു നീതിമാൻ്റെ കൂടാരമായിരിക്കണം ഈ ശരീരം.
ഈ അധരം നീതിമാൻ്റെ കൂടാരമായിരിക്കണം. നമ്മുടെ തലച്ചോറ് നീതിമാൻ്റെ കൂടാരമായിരിക്കണം. നമ്മുടെ ഹൃദയം നീതിമാൻ്റെ കൂടാരമായിരിക്കണം. നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ നിന്ന് സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും പുറപ്പെടുന്നു. ദൈവത്തിന് സ്തോത്രം. രക്ഷയുടെ ശബ്ദം പുറപ്പെടുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്നിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കർത്താവിനോട് പറയണം, കർത്താവേ, ജീവിതത്തിൽ വന്നുപോയ അനർത്ഥങ്ങളെല്ലാം പൊറുക്കണമേ, സന്തോഷവും ഉല്ലാസവും എനിക്ക് തരണമേ. എൻ്റെ കർത്താവേ, നഷ്ടപ്പെട്ടു പോയ സമാധാനം തിരികെ തരണമേ, നഷ്ടപ്പെട്ടു പോയ സന്തോഷം തിരികെ തരണമേ, നഷ്ടപ്പെട്ടു പോയ സൗഭാഗ്യകാലം തിരിച്ചു തരണമേ, നഷ്ടപ്പെട്ടു പോയ അനുഗ്രഹങ്ങൾ തിരികെ തരണമേ, നഷ്ടപ്പെട്ടു പോയ വിലപ്പെട്ട നിധികൾ തിരിച്ചു തരണമേ. എല്ലാം ശത്രു അപഹരിച്ചുകൊണ്ട് പോയല്ലോ, എല്ലാം അപഹരിച്ചുകൊണ്ട് പോയല്ലോ. കർത്താവേ, ശത്രു ഞാനിടം കൊടുക്കുകയില്ല, ഒരിക്കലും കൊടുക്കുകയില്ല. നാഥാ, ഇന്ന് ഞാനിതാ തിരുവൻഭാഗത്ത് തീരുമാനമെടുക്കുന്നു. എൻ്റെ ആയുസിൻ്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചു തരികയാണ്, എൻ്റെ ഭാവിയെ ഏൽപ്പിച്ചു തരികയാണ്. ഈ നിസ്സാരമായ ജീവിതം, ഈ അല്പപ്രാണൻ, അല്പ ആയുസ് ഉടയവനെ, എൻ്റെ നാഥനെ നിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ തരികയാണ്. എനിക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞവനെ നിൻ്റെ കരങ്ങളിലേക്ക് തരികയാണ്. എനിക്ക് വേണ്ടി കുറ്റമില്ലാത്ത രക്തം ചിന്തിയവനെ നിൻ്റെ കരങ്ങളിലേക്ക് തരികയാണ്. എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചവനെ നിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ തരികയാണ്. എനിക്ക് വേണ്ടി ആണിപ്പഴുതിൽ ഇതാ രക്തം തുളിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ രക്ഷക നിൻ്റെ കരങ്ങളിലേക്ക് തരികയാണ്. നാഥാ, നിൻ്റെ പാദത്തിൽ ഞാൻ അർപ്പിക്കുകയാണ്. ഈ ജീവിതത്തിൻ്റെ കരങ്ങളിലേക്ക് നീ ഏറ്റെടുക്കണമേ, എന്നെ നീ സ്വീകരിക്കണമേ. ഈ നിസ്സാര മനുഷ്യനോട് കരുണ തോന്നണമേ, ഈ അല്പപ്രാണിയോട് മനസ്സിലേക്ക് തോന്നണമേ, ഈ അഗതിയോട് മനസ്സിലേക്ക് തോന്നണമേ, ഈ അനാഥനോട് മനസ്സിലേക്ക് തോന്നണമേ. എൻ്റെ കർത്താവേ, ഈ അല്പപ്രാണിയായ മനുഷ്യനോട് കരുണ തോന്നണമേ. കർത്താവേ, എൻ്റെ അകൃത്യങ്ങളൊക്കെയും ക്ഷമിക്കണമേ. ഒരു പുതിയ ജീവിതം കെട്ടിപ്പടുക്കാനുള്ള സൗഭാഗ്യം എനിക്ക് തരണമേ. എൻ്റെ കുടുംബത്തെ നീ അനുഗ്രഹിക്കണമേ. എൻ്റെ കുടുംബത്തെ നീ വാഴ്ത്തി വിശുദ്ധീകരിക്കണമേ. നഷ്ടങ്ങളും കഷ്ടങ്ങളും മാറ്റി നല്ലൊരു കാലം എനിക്ക് തരണമേ. നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. ഹല്ലേലൂയ. ഈ ഭാഗ്യം നിങ്ങൾക്ക് വേണമോ? സന്തോഷവും ഉല്ലാസവും കിട്ടുന്ന മഹാഭാഗ്യം നിങ്ങൾക്ക് വേണമോ? എങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഹൃദയത്തിൽ നിങ്ങൾ തീരുമാനമെടുക്കുക. കർത്താവേ, എന്നോട് സംസാരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവിനോട് ഞാനിതാ വാക്ക് പറയുന്നു. ഇന്നു മുതൽ ഞാൻ നിൻ്റെ ഒരു പുതിയ സൃഷ്ടിയായി ജീവിക്കും. രക്ഷക, ഇന്നു മുതൽ ഞാൻ സുബോധമുള്ളവനായി ഞാൻ ജീവിക്കും. ഇന്നു മുതൽ ഞാൻ യേശുവിനെ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കും. ഇന്ന് ഞാൻ യേശുവിനെ പിന്തുടരും. ഇന്ന് യേശുവിനെ വാഴ്ത്തി വണങ്ങും. എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ജീവിതം നയിക്കും. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ പരീക്ഷകളെയും ജയിക്കും. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ എല്ലാ തിന്മകളെയും തോൽപ്പിക്കും. എൻ്റെ യേശുവേ, ഇന്നു മുതൽ ഒരു പുതിയ സൃഷ്ടിയായി ഞാൻ ജീവിക്കും. ദൈവത്തോട് നിങ്ങൾ വാക്ക് പറയുന്നുണ്ടോ? ഇന്നു മുതൽ സന്തോഷം ഉല്ലാസമുള്ളതായി തീരുവാൻ നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടോ? എങ്കിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, അവിടുത്തെ തൃപ്പാദത്തിൽ വരുവാൻ ഞങ്ങൾക്ക് കൃപ തന്നതിനായി നന്ദിയോടെ സ്തോത്രം. അടിയങ്ങളുടെ ഹൃദയം പകരുവാൻ ഈ അവസരം തന്നതിനായി നന്ദിയോടെ സ്തോത്രം. എല്ലാം കാണുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്, നിരന്തരം ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. അവിടെ നിങ്ങളെ സ്നേഹിക്കുന്നതിനായി സ്തോത്രം. നിത്യസ്നേഹത്താൽ ഞങ്ങൾ വിളിച്ചതിനായി സ്തോത്രം. സ്വർഗരാജ്യങ്ങൾക്ക് വേണ്ടി ഒരുക്കിയതിനായി സ്തോത്രം. കർത്താവെ, എല്ലാവരെയും വിശുദ്ധീകരിക്കണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പുതുജീവിതത്തിനുള്ളതായ ആർത്തിയും ആഗ്രഹവും വാഞ്ചയും കൊണ്ടുള്ളവരുടെ ഹൃദയത്തെ നിറയ്ക്കണമേ. എൻ്റെ കർത്താവെ, അടുത്ത രണ്ടാമത്തവരിന് വേണ്ടി ഞങ്ങളെല്ലാവരെയും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ മഹത്വപൂർണ്ണമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവരോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ. സ്തോത്രം.